കൊല്ലത്ത് സംസ്ഥാന സമ്മേളനം ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇന്നാണ് അതിൻ്റെ അവസാന ദിവസം കൂടിയാണ് ഇന്ന്. അപ്പോൾ ഈ ഒരു സമ്മേളനം എന്ന് പറയുന്നത് 2-3 ദിവസത്തിൻ്റെ ഒരു നീണ്ടു നിന്നൊരു സമ്മേളനം കൂടിയായിരുന്നു. അത് സി പി എമ്മിനാണെങ്കിൽ തന്നെ ഇതൊരു നിർണായകമായൊരു സമ്മേളനമാണ്. ഇനി തുടർന്നുള്ള ഭരണം ഇവർ ഈ ഒരു സമ്മേളനത്തിന് ശേഷമായിരിക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. പല തീരുമാനങ്ങളും അവർ ഈ സമ്മേളനത്തിലൂടെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ ചോദിക്കാനുള്ളത്, എന്തിനു വേണ്ടിയായിരുന്നു ഇത്രയധികം എന്താ പറയുക ധൂർത്ത് കാണിച്ചിട്ട് ഈ ഒരു സമ്മേളനം നടത്തേണ്ട ആവശ്യം? തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഏകദേശം 50 കോടി തുകയാണ് ഈ ഒരു 3 ദിവസത്തിന് വേണ്ടി ചെലവഴിച്ചിട്ടുള്ളത്. അത് മാത്രമല്ല ഈ ഭരണ കക്ഷി കൂടെ ആയതുകൊണ്ട് ഈ ഒരു തുക ഉറപ്പായിട്ടും നമ്മുടെ സർക്കാരിന്റെ ഫണ്ടിൽ നിന്ന് തന്നെ പോകാനുള്ള സാധ്യതകളുണ്ട്. CPM ഉപരി ഇപ്പൊ CPM-ലെ പല അംഗങ്ങൾ എന്ന് പറയുന്നത് മുഖ്യമന്ത്രി, മന്ത്രി അടക്കമുള്ള പല ആളുകളാണ്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ ഇവരുടെ ഫണ്ട്, ഈ ഒരു ഫണ്ടിങ് എവിടെ നിന്ന് വന്നു, എങ്ങനെ വന്നു എന്നൊന്നും നമ്മുടെ പൊതുജനങ്ങൾക്ക് അറിയില്ല. നമുക്ക് ചിലപ്പോൾ വിവരാവകാശ കമ്മീഷന് കൊടുത്താൽ പോലും ഇത് കൃത്യമായിട്ടുള്ള ഒരു വിവരം കിട്ടണമെന്നില്ല. ആ ഒരു സാഹചര്യത്തിൽ ഏകദേശം 50 കോടി രൂപ ചെലവായിട്ടുണ്ടെന്ന് അവകാശപ്പെടുന്ന സാഹചര്യത്തിൽ ഈ 50 കോടി തന്നെ എവിടെ വന്നു? അപ്പൊ അവര് പറയുന്ന കണക്കുകൾ നികത്തുന്നത് ഇപ്പോൾ ഈ ഒരു സംസ്ഥാന സമ്മേളനമാണെങ്കിലും ഇതിനു മുമ്പേ നമ്മൾ നിശ്ചയിച്ച കാര്യമാണ്. അപ്പൊ അതിനുവേണ്ടി കൊല്ലം ജില്ലയിലുള്ള ആളുകൾ ഓരോ വീട്ടിലും ഓരോരുത്തരും 1000 രൂപ വരെ ഇതിൽ നിക്ഷേപിക്കണം എന്നുള്ളൊരു മാനദണ്ഡം ഉണ്ടായിരുന്നു. ഇതിനകത്ത് നിർബന്ധമായിട്ട് നിക്ഷേപിക്കണം. അപ്പോൾ പലവരും ഇപ്പോൾ ഒരു 68,000 പേരാണ് അംഗങ്ങളാണ് ഇപ്പോൾ ഇതിനകത്ത് നിക്ഷേപിച്ചു എന്ന് പറയുന്നത് 1000 രൂപ. പക്ഷെ ചില ആളുകൾ 1000-ൽ കൂടുതലായിട്ട് നിക്ഷേപിച്ചിട്ടുണ്ട്. നമ്മളിപ്പോ ഈ നമ്മൾ കുഞ്ഞിലെയൊക്കെ സ്വരൂപിച്ച് വെക്കില്ലേ ഇങ്ങനെ ഒരു കുടുക്കയിലൊക്കെ, അതുപോലെ എല്ലാ വീടുകളിലും അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു, നിക്ഷേപിക്കാൻ ഒരു പാത്രം. അങ്ങനെ അതായത് ഇപ്പൊ ജനങ്ങളുടെ ആവശ്യം പോലെയാണ് ഇത് അല്ലെ. ജനങ്ങളുടെ സമ്മേളനം നടത്തുന്നത് ജനങ്ങളുടെ മാത്രം ആവശ്യമാണ്. അതുപോലെ തന്നെ അവർക്ക് വേണ്ട ചെലവുകൾ, അവർക്ക് താമസിക്കാനുള്ള ഇടങ്ങളെല്ലാം തന്നെ അവിടെ എല്ലാ ഹോട്ടലുകള്, അതുപോലെ എല്ലാ ലോഡ്ജുകള് എല്ലാം തന്നെ ഇവർക്ക് ബുക്കിംഗ് എന്ന് പറയാൻ പറ്റില്ല, ഫ്രീ ആയിട്ട് നമുക്ക് സേവനം നടത്തുള്ളൂ. അതുപോലെയുള്ള ഒരു പ്രവർത്തനമായിരുന്നു. അതായത് അവിടുത്തെ ഹോട്ടൽ ജീവനക്കാരോട് പറഞ്ഞു ഇങ്ങനെ സൗജന്യമായി CPM-ന് വിട്ടു നൽകുകയാണ് മുറികളെല്ലാം നൽകണമെന്നുള്ളൊരു ധാർഷ്ട്യഭാവത്തോടെ, അല്ലെങ്കിൽ അതായത് 5 സ്റ്റാർ ഹോട്ടലുകൾ വരെ ഇവർക്ക് വേണ്ടിയിട്ട് ഫ്രീ ആയിട്ട് നൽകുന്ന ഒരു പ്രവണത. അപ്പൊ അവരുടെ ചെലവായിട്ടൊന്നും ആ ഒരു സ്റ്റേജ് ഡെക്കറേഷനും അല്ലെങ്കിൽ മൈക്ക് സൗണ്ടിന്റെ ഒക്കെ വാടക, മൈക്ക് സൗണ്ട് നമ്മൾ പ്രത്യേകം എടുത്ത് പറയണം. കാരണം അതിനൊന്നും ഒരു തകരാറും വരാൻ പാടില്ല. മുഖ്യമന്ത്രിക്ക് പ്രത്യേക സാധ്യതകൾ വളരെ കൂടുതലായതുകൊണ്ട് അത്തരത്തിലുള്ള സാഹചര്യം എനിക്ക് തോന്നുന്നു അതും ചിലപ്പോൾ പാർട്ടി ഫണ്ടിൽ നിന്ന് അല്ലെങ്കിൽ പാർട്ടിയുടെ ഫണ്ട് എടുക്കണമെന്ന് പറഞ്ഞിട്ട് അവർക്കും അത് കൊടുക്കാതെ എനിക്ക് തോന്നുന്നു പെട്രോൾ കാശ് കൊടുത്ത് മേടിക്കേണ്ടതിന് മാത്രമേ ചെലവ് ആ ചെലവാണോ അപ്പൊ 50 കോടി രൂപ? ഈ 50 കോടി അല്ല, അവര് ചിലപ്പോ പെട്രോൾ പമ്പിൽ വരെ ചിലപ്പോ എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഒരു എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവണം. അപ്പൊ പൂർണ്ണമായിട്ടും പറഞ്ഞ 1.5 ലക്ഷം രൂപയ്ക്ക് നിൽക്കുന്ന ഒരു പരിപാടി ആയിരിക്കണം. സത്യം. അതിനെയാണ് ഈ 50 കോടിയിലോട്ട് ഈ CPM-നുള്ള ഒരു പ്രധാന പ്രശ്നമല്ല, അവർക്ക് ഉള്ളൊരു പ്രധാന എന്താ പറയാ ഒരു നേട്ടം എന്ന് പറയുന്നത് ജനങ്ങളെ പിഴിഞ്ഞ് ജീവിക്കാൻ പറ്റും എന്നുള്ളൊരു അല്ലെ പ്രത്യേകതരം ഒരു എന്താ പറയാ സ്വഭാവ രീതിയുള്ള ആൾക്കാരാണ് ഈ CPM-ലുള്ളവർ. ഇപ്പൊ അത് നമുക്ക് മനസ്സിലാവുന്നത് ഇപ്പൊ ഈ സംസ്ഥാന സമ്മേളനം മാത്രമല്ല, ഇതിനു മുമ്പാണെങ്കിലും എന്താ ഇവർ പലതരത്തിലുള്ള പരിപാടികളും ഇങ്ങനെയാണ്. ഇപ്പൊ അതെ, സത്യമായിട്ടും അതാണെങ്കിൽ തന്നെ നമ്മുടെ മുഖ്യമന്ത്രിക്കാണെങ്കിലും മന്ത്രിമാർക്കാണെങ്കിലും നടക്കാനും അതുപോലെ ഇരിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട്, പ്രായമായില്ലേ. അപ്പൊ അതിന്റെ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് അവർക്ക് സ്റ്റെപ്പ് ഇറങ്ങാൻ വരെ ബുദ്ധിമുട്ടാണ്. പിന്നെ ലിഫ്റ്റ് വരെ വെച്ചൊരു സമയമായി. പ്രായത്തിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഭരിക്കാനുള്ള പ്രായം ഇനി നീട്ടിവെക്കാനുള്ള തീരുമാനം ഈ ഒരു സമയത്ത് എടുത്തു എന്നുള്ളത് മറ്റൊരു കാര്യം. നടക്കാൻ പറ്റില്ല, പക്ഷെ കേരളത്തെ നടത്തിക്കാനുള്ള കാരണം ഇവര് ഈ സംസ്ഥാന അല്ലെങ്കിൽ ഈ ഒരു എന്താ പറയാ ഈ ഒരു യാത്ര കൊണ്ട് അവർ ഉദ്ദേശിച്ചു കഴിഞ്ഞ പ്രാവശ്യമാണെങ്കിൽ ഇപ്പൊ എല്ലാ ജില്ലകളിലും അവർ യാത്ര ചെന്ന്, അതുപോലെ മന്ത്രിമാരൊക്കെ വിലപ്പെട്ട സമയമാണ് അവരാ കളഞ്ഞത്. അത് ജനങ്ങൾക്ക് വേണ്ടി അവർ സേവനം ചെയ്തു എന്ന രീതിയിലാണ് അത് കാണുന്നത്. കാരണം ഇപ്പൊ ഒരു മന്ത്രിമാരാണെങ്കിലും മുഖ്യമന്ത്രിയാണെങ്കിലും പോകുന്നത് അവർക്കൊക്കെ അകമ്പടിയായിട്ട് എത്ര പോലീസ് ഉദ്യോഗസ്ഥരാണ് പുറകെ. അതും അവർക്കുള്ള ഭക്ഷണങ്ങൾ എത്ര ആർഭാടപരമായിട്ടായിരുന്നു അവരത് ആ ദിവസങ്ങളൊക്കെ കഴിഞ്ഞുകൂടിയത്. ഇതെല്ലാം നമ്മുടെ പൊതുജനങ്ങളുടെ പണം വെച്ചിട്ടുള്ള ഒരു ദൂർത്തടി തന്നെയായിരുന്നു ശരിക്കും നടന്നത്. എന്നിട്ട് നമ്മൾ പണമില്ല എന്ന് പറഞ്ഞ് കേന്ദ്രത്തെ കുറ്റം പറയും. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു എന്താ പറയാ CPM-നെ സംബന്ധിച്ചൊരു നേട്ടം എന്ന് പറയുന്നത് അല്ലേ ശരിക്കും പറഞ്ഞാൽ.
അപ്പൊ യഥാർത്ഥത്തില് നമ്മൾ ഇനിയും കേരളത്തിലുള്ള ഖജനാവ് കാലിയാക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് നമ്മുടെ സർക്കാരിന് തന്നെ കുറ്റം പറയേണ്ടി വരും. അവരുടെ ദൂർത്തും അല്ലെങ്കിൽ അവരുടെ അനാവശ്യ ചെലവുകൾ വരെ അവരെടുത്ത് കാണിക്കുന്നത് ഇത്തരത്തിലുള്ള നമ്മുടെ ഫണ്ടിങ്ങിൽ നിന്നാണ്. നമ്മുടെ ജനങ്ങൾക്ക് ഉപയോഗിക്കേണ്ട പല ആവശ്യമുള്ള പണങ്ങളുമാണ് ഇവർ ഉപയോഗിക്കുന്നത്. അതായത് ഇത്തരത്തിൽ അനാവശ്യമായിട്ട് പാർട്ടി പ്രോഗ്രാം നടത്തുന്നതിൽ തെറ്റുന്നില്ല, പക്ഷെ അത് അവരുടെ ഫണ്ട് നടത്തേണ്ടിയിരുന്നത്. പക്ഷെ അതും ജനങ്ങളിൽ നിന്നും ഊറ്റി ജീവിക്കുക എന്നുള്ള ഒരു പ്രവണത ഇവർ എത്ര കാലം ഇങ്ങനെ മുമ്പോട്ട് പോകും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത് അല്ലേ. അത് ഇനിയും ഒരു മൂന്നാം ഭരണത്തിലേക്ക് എത്തുമ്പോഴും അദ്ദേഹത്തിന്റെ ഒരു രീതി ഇത്തരത്തിൽ തന്നെ മൂന്നാം ഭരണം ഉണ്ടാകുമോ എന്നുള്ള സംശയമാണ് ഇപ്പോൾ നിലവിലുള്ളത്. എനിക്ക് പക്ഷെ കോൺഗ്രസിന്റെ ഒരു അധംപതനം ഇല്ലെങ്കിൽ അവിടെ ശക്തമായ ഒരു ഇതില്ലാത്തത് കൊണ്ട് തന്നെ എനിക്ക് ഇനി മൂന്നാം ഭരണത്തിലേക്ക് LDF എത്താനുള്ള പക്ഷെ അതേപോലെ തന്നെയാണ് ഇപ്പോ CPM ആണെങ്കിലും ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം അവർക്കിടയിലും ഇപ്പൊ പ്രശ്നങ്ങൾ വരുന്നത്. ഇപ്പൊ റിയാസും മുഖ്യമന്ത്രിയും മാത്രമാണ് ഒരു എന്താ പറയുക ഒരു സൈഡായിട്ട് നിൽക്കുന്നത്. ബാക്കി മന്ത്രിമാരെല്ലാവരും വിട്ടു നിൽക്കുകയാണ്. കാരണം മുഖ്യമന്ത്രിയെ കുറ്റം പറയുകയോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ വിമർശിക്കുകയോ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും മുഖ്യമന്ത്രി തനിച്ചാണ് എന്നാണ് റിയാസ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി എപ്പോഴും തനിച്ചാണ്. ബാക്കിയുള്ള മന്ത്രിമാരെ വിമർശിക്കപ്പെടുമ്പോൾ ബാക്കിയുള്ള മന്ത്രിമാർക്ക് കൂടെ നിൽക്കാറുണ്ട് എപ്പോഴും മുഖ്യമന്ത്രി. അങ്ങനെയാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മുഖ്യമന്ത്രി പാവം ഒറ്റയ്ക്കാണെന്നാണ് മനസ്സിലാക്കണം. പക്ഷെ ഒറ്റയ്ക്കായെങ്കിലും ഒരു വലിയ വട്ടത്തിന്റെ അകത്താണ് അത് ഒറ്റയ്ക്ക് നമ്മുടെ നീർഗോളിയൊക്കെ പറഞ്ഞ പോലെ ഒറ്റയ്ക്ക് വഴിവെട്ടി ഒറ്റയ്ക്ക് വഴിവെട്ടിന്റെ സൈഡിൽ പണിയെടുക്കാൻ കുറെ പേരുണ്ടായിട്ടുണ്ട്. വഴിവെട്ടി എന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ പണിയെടുപ്പിച്ച വേറെ ആൾക്കാരെ അവരെ കൊണ്ട് എങ്ങനെ പണിയെടുപ്പിക്കാം എന്നുള്ളത് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു വ്യക്തി കൂടിയാണ് നമ്മുടെ പിണറായി വിജയൻ. എന്താണെങ്കിലും കാശ് ഇത്രത്തോളം ചെലവായി നടത്തിയ പ്രോഗ്രാമിൽ എന്ത് റിസൾട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കാൻ പോകുന്നത്. പുതിയ നയങ്ങൾ വന്നു, പുതിയ പാർട്ടി അംഗങ്ങൾ സംസ്ഥാനത്ത് എന്താ പറയാ സംസ്ഥാനത്തിലാണെങ്കിലും പല തരത്തിലുള്ള നയങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ പുതിയ പാർട്ടി അംഗങ്ങളെയാണ് നമുക്കിപ്പോ കാണാൻ പറ്റുന്നത്. ഒരു 82 അംഗത്വമുള്ള ഒരു പാർട്ടി എന്ന നിലയ്ക്കാണ് ഇപ്പൊ പോകുന്നത്. അതിനകത്തും 70 വയസ്സ് എന്നുള്ളത് നമുക്ക് എടുത്ത് പറയേണ്ട കാര്യമാണ്. കാരണം 70 വയസ്സിന് മുകളിലുള്ളവർക്ക് പാർട്ടിയിൽ അംഗത്വം ഇനിയില്ല. അത് നമുക്ക് പ്രത്യേകം പറയണം. കാരണം അദ്ദേഹത്തിന്റെ വിഷമം നമ്മൾ മനസ്സിലാക്കേണ്ടതിരിക്കും അല്ലേ. കാരണം ഇത്രയും കാലം ഭരിച്ചതല്ലേ ജനങ്ങളെ. എന്റെ ഒരു അഭിപ്രായത്തിൽ അദ്ദേഹത്തിന് നടക്കാൻ പോലും പറ്റാതെ അദ്ദേഹം അങ്ങനെ ഭരിച്ചു. അത് ഇപ്പൊ ഇത്രയും കഷ്ടപ്പെട്ടുള്ള ഭരണം 10 വർഷം ഭരിച്ചിട്ടുള്ള സാറ് തീർച്ചയായിട്ടും ഇനി ഒരു സ്ഥാനമാനം മാറ്റി കൊടുക്കണം, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് കൊടുക്കണം തന്നെയാണ് എന്റെ ഒരു അഭിപ്രായം. അവരുടെ പാർട്ടിയിൽ തന്നെ ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ നിലനിൽക്കുകയാണ്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പൊ മുഹമ്മദ് റിയാസ് ആണെങ്കിലും മരുമകനാണല്ലോ. അപ്പോൾ മരുമകനും മുഖ്യമന്ത്രിയും മാത്രമായിട്ട് ഒറ്റപ്പെട്ടു പോകുന്നു. മറ്റ് മന്ത്രിമാരാണെങ്കിലും മറ്റ് നേതാക്കളാണെങ്കിലും ഇവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നില്ല. അത് കുടുംബപരമായിട്ടുള്ള പരാമർശങ്ങൾ വരുമ്പോഴാണെങ്കിലും മറ്റ് ഏത് തരത്തിലുള്ള ഇപ്പൊ AI ക്യാമറയുടെ പരാമർശങ്ങൾ വന്നു, ഒരുപാട് വിവാദങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു കാര്യത്തിൽ. അതിലൊക്കെ തന്നെ മുഖ്യമന്ത്രി തനിച്ചായിരുന്നു, ആരും തന്നെ സപ്പോർട്ട് ചെയ്യാൻ വന്നില്ല എന്നുള്ളൊരു പരാതിയും കൊണ്ട് നമ്മുടെ മുഹമ്മദ് റിയാസ് അറിയിച്ചിട്ടുണ്ട്. അതെ, എന്താണെങ്കിലും LDF വന്നു, എല്ലാം ശരിയാകും എന്നുള്ള ഒരു വാക്കാണല്ലോ നമുക്ക് തന്നിരിക്കുന്നത്. എല്ലാം ശരിയായിട്ടില്ല എന്ന് വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ട് നിങ്ങൾ ഒരു 5 വർഷം കൂടെ തരും. ഇനി ഒരു സംസ്ഥാന സമ്മേളനം കൂടി വെക്കും. നമുക്ക് 50 കോടി കൂടെ അതിനകത്ത് ചെലവാക്കാം. സംസ്ഥാന സമ്മേളനം, അതിനൊപ്പം തന്നെ മറ്റേ ജനകീയ യാത്ര. അതിന് നമുക്ക് ഇനിയിപ്പോ കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്നതിന് വലിയൊരു കാറോ അല്ല വലിയ കാറുകൾ എല്ലാവർക്കും ഓരോരോ കാറുകളായിക്കോട്ടെ. ഇനിയിപ്പോ ലിഫ്റ്റുള്ള കാർ അടക്കം ഞങ്ങൾ ഇനി കൊണ്ടുവരും. കേരളത്തെ നവീകരിക്കാൻ വേണ്ടിയുള്ള പല പരിപാടികളും അതിലൂടെ നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതായിരിക്കും. കേന്ദ്രത്തെ കുറ്റം പറയാം. അതെ, കേന്ദ്രത്തെ കുറ്റം പറയാം, അല്ലെങ്കിൽ കഷ്ടപ്പെടുന്ന ആൾക്കാരെ നമുക്ക് ചവിട്ടിമതിക്കാം. അവരുടെ പുതിയ നയങ്ങളാണെങ്കിലും എങ്ങനെയും സാധാരണ ജനങ്ങളിൽ നിന്ന് നികുതി പിരിക്കാം, അങ്ങനെയുള്ള നയങ്ങളാണ് ഈ കൊണ്ടുവരാൻ പോകുന്നത്, ഓരോ കാറ്റഗറി വൈസ് ആയിട്ട്. അതെ, അപ്പൊ അത്തരത്തിലുള്ള ഒരു ഭരണത്തിന് വേണ്ടി മൂന്നാമതായി നമുക്ക് കാത്തിരിക്കാം. അതിനുവേണ്ടി ജനങ്ങൾ ഒന്നും കൂടെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ ഇനി മാറി ചിന്തിച്ചില്ലെങ്കിൽ, നമ്മുടെ ഭരണ സംവിധാനങ്ങളെ മാറ്റാൻ ചിന്തിച്ചില്ലെങ്കിൽ, അത് ഏത് തരത്തിലും LDF മാറി UDF വരണമെന്നല്ല, LDFിലുള്ള ആളുകളെ തന്നെ ഒന്ന് മാറി ചിന്തിച്ച് തുടങ്ങിയില്ലെങ്കിൽ ഇനിയും കേരളത്തിന്റെ ഗതി എങ്ങനെയാകുമെന്നുള്ളത് നമുക്കൊട്ടും പ്രതീക്ഷിക്കാവുന്നതിലപ്പുറമായിരിക്കാം. അതുകൊണ്ട് നമുക്കൊന്നും കൂടി ചിന്തിക്കാം. അടുത്ത വോട്ടിൽ ഇല്ലെങ്കിൽ അടുത്ത ഇലക്ഷനിൽ ബെറ്റർ ആകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.